പൂതന എന്ന് പറയുന്നൊരു രാക്ഷസി, കംസൻ്റെ കിങ്കരന്മാരിൽ ഒരാളായിട്ടുള്ള പൂതന തൻ്റെ പല ശിങ്കിടികളെയും പല ദിക്കിലേക്ക് തൻ്റെ അന്തകനെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞയക്കുക. ചകടാസുരൻ, തൃണാവർത്തൻ, പൂതന, കേശികൻ, ദ്വിവിധൻ, അങ്ങനെ പല ആൾക്കാരെയും പല ദിക്കിലേക്ക് വിട്ടു. പൂതനയ്ക്ക് കിട്ടിയത് ഇവിടെ സ്ഥലം കിട്ടിയത് നമ്മുടെ അമ്പാടിയിലേക്കാണ്. അവിടെ ഭഗവാൻ ഉണ്ടെന്ന് ഉറപ്പായിട്ടൊന്നുമില്ല. അവിടേക്ക് ചെന്നു. അവിടെ എവിടെയെങ്കിലും കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ വെച്ചിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പം എന്താ അവിടെ വലിയ ആഘോഷമാണ്. എന്താ അത്, നമ്മുടെ യശോദാമ്മയ്ക്കൊരു ഉണ്ണി പറന്നു, നന്ദോപർക്കൊരു ഉണ്ണി പറന്നു എന്നുള്ള രീതിയിൽ അവിടെ വലിയ ആഘോഷം. എന്താ കാരണം, ആ ദേശവാസികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. എന്താ കാര്യം, ഈ നന്ദഗോപർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ്. അത് നമ്മളിവിടെ പറയില്ലേ, മേയർ, കളക്ടർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ ഒരു ചെറിയൊരു കംസനാണ് മൊത്തത്തിൻ്റെ അധിപൻ, എങ്കിലും ആ ഒരു ദേശത്തിൻ്റെ ഒരു പ്രത്യേക അധിപനാണ് ഒരു നന്ദഗോപർ എന്നതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഈ നന്ദഗോപർക്ക് ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് ജനങ്ങൾക്കൊക്കെ വലിയ കാര്യമാണ് നന്ദഗോപരോടുള്ള ആ ഒരു ബഹുമാനം യശോദാമ്മയോടും കാണിക്കും. ഇപ്പോൾ യശോദാമ്മയ്ക്ക് ഒരു ഉണ്ണി പറഞ്ഞു, നന്ദഗോപർക്കൊരു ഉണ്ണി പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾക്കും വലിയ സന്തോഷമായി, അവർക്ക് വലിയ ആഹ്ലാദമായി. അവിടെ ആകെക്കൂടെ ബഹളം. ഓരോരുത്തർ വരുന്നു, തോരണങ്ങൾ തൂക്കുന്നു, കുട്ടിയെ കാണുന്നു, എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, താരാട്ട് പാടുന്നു, ആകെ ബഹളം. പല ഗോപികമാരും ഗോപസ്ത്രീകളൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് നോക്കിയപ്പം നമ്മുടെ പൂതനയ്ക്ക് മനസ്സിലായി, ഇവിടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, ഇവിടെ കുട്ടിയുണ്ട്. അതിപ്പം ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല, എന്തായാലും അതിനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ പൂതനയ്ക്ക് തോന്നി താൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എന്താ, അത് ഒരു രാക്ഷസിയുടെ രൂപേ, ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ തൻ്റെ ഈ വിരൂപമായ രൂപം കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ചിട്ട് നിലവിളിക്കും. അപ്പോൾ എന്തുണ്ടാവും, അവർ കുട്ടിയെ വേഗം മാറ്റിക്കളയും. എന്താ കാര്യം, അങ്ങനെ ചെറിയൊരു ന്യൂസ് പരന്നിട്ടുണ്ട് എല്ലാ ദിക്കിലും. എന്താ, കംസൻ്റെ കിങ്കരന്മാർ വളരെ രഹസ്യമായിട്ട് കുട്ടികളെയൊക്കെ കൊല്ലുന്നുണ്ട്. കംസൻ പേടിച്ചിട്ട് എല്ലാ കുട്ടികളോടുള്ള ഒരു ഭ്രാന്ത് പോലെ എല്ലാവരെയും കൊല്ലുകയാണ്. അങ്ങനെ ഒരു പല ദിക്കിലും കുട്ടികൾ അകാരണമായിട്ട് മരിക്കാൻ തുടങ്ങിയപ്പോൾ ശ്വാസം മുട്ടി മരിക്കുക, നിലത്ത് വീണ്ടും മരിക്കുക, എങ്ങനെയാണ് മരിക്കണമെന്ന് മനസ്സിലാവില്ല. കുട്ടികളും അങ്ങനെ മരിക്കുക. അപ്പോൾ ആരൊക്കെ പറഞ്ഞു, ഇത് കംസനാവട്ടോ, കംസൻ്റെ ആൾക്കാരാവും. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പൂതനയ്ക്ക് മനസ്സിലായി, എന്താ അത്, തന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപകടം വന്നിട്ട് അവർ കുഞ്ഞിനെ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. പൂതനയ്ക്ക് പല വിദ്യ ഉണ്ടല്ലോ. ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഗോപികയുടെ വേഷം ധരിച്ചു. ഗോപികമാരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടാമെന്ന് നിരീക്ഷിച്ചിട്ട് അങ്ങനെ സുന്ദരിയായിട്ടുള്ളൊരു ഗോപികയുടെ വേഷം ധരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഗോപസ്ത്രീകളുടെ ഇടയിൽ അങ്ങോട്ട് ചേർന്നു. പെട്ടെന്ന് മനസ്സിലായില്ല ആർക്കും, ധാരാളം ആൾക്കാർ വന്നു പോകണമല്ലോ, ഇതിലിപ്പോൾ ഏതാപ്പം അറിയില്ലല്ലോ, ഏതോ ഒരു ഗോപസ്ത്രീ എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഈ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് സ്ത്രീകൾ പലരും ഭഗവാനെ താരാട്ട് പാടുന്നു, എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ആ ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് നമ്മുടെ പൂതനയും വിചാരിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടെ വ്യവഹാരങ്ങളിലേക്ക് മാറി എന്ന് കണ്ടപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ഭഗവാനെ കുറച്ച് നേരം കൊഞ്ചിച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തരും പിന്നെ അവരവരുടെ ജോലിയിലേക്ക്, തിരക്കിലേക്ക് അങ്ങോട്ട് മാറി. യശോദാമ്മയുടെ ദിക്കിലേക്ക് അങ്ങോട്ട് മാറി. അപ്പോൾ നമ്മുടെ പൂതനയ്ക്ക് തോന്നി, ശരി, ഇപ്പം നല്ല സമയമാണ്, ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ ഈ പൂതന നേരെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ, ഭഗവാൻ വേഗം കണ്ണടച്ചു. പൂതന നേരം നോക്കി ഭഗവാനെ, തൊട്ടലിൽ കിടക്കണ ഭഗവാനെ നോക്കി, പൂതന നോക്കി ഭഗവാൻ കണ്ണടച്ചു. എന്നാൽ പൂതന ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ആരും അത്ര ശ്രദ്ധിക്കില്ല. ചില ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പം പൂതനയൊന്നും നോക്കുന്നുണ്ട്, സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണല്ലോ, അവരൊന്നും ചിരിക്കും, പൂതനയൊന്നും ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആരും ഒന്നും വല്ലാതെ ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടപ്പം ഈ ഭഗവാനെ പൂതന അങ്ങോട്ട് എടുത്തു. എന്നിട്ട് എങ്ങനെയാണ് കൊല്ലാൻ വരുമ്പോഴേ ഭഗവാൻ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ളൊരു തീരുമാനമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. മറ്റവർക്ക് പിന്നെ ചകടാസുരൻ, തൃണാവർത്തൻ, അവരൊക്കെ പുരുഷന്മാരാണ്, അവർക്ക് അവരുടേതായ ഒരു പദ്ധതി ഉണ്ട്. പൂതന സ്ത്രീ ആയതുകൊണ്ട് പൂതനയുടേതായ രീതിയിൽ ഒരു വിദ്യ ചിന്തിച്ചിട്ടാണ് വന്നത്. എന്താണ്, സ്തനത്തിൽ വിഷം പുരട്ടുക. സ്ത്രീകളാണല്ലോ, അമ്മമാരാണല്ലോ, അപ്പോൾ CC ക്യാമറയൊക്കെ ഉണ്ടാവും. നന്ദോപരുടെ ഭവനല്ലേ, വളരെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാളല്ലേ അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോൾ എംബസിയിൽ വേറെ രാജ്യത്തിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സുരക്ഷ കൊടുക്കില്ല, അതേപോലെ അവിടെ സുരക്ഷയൊക്കെ ഉണ്ടാവും. അപ്പം ആരെ കൊന്നതെന്നൊക്കെ അറിയും CC ക്യാമറ നോക്കിയാൽ. അപ്പം അങ്ങനെ അറിയരുത്, ആൾ പെട്ടെന്നൊന്നും അങ്ങനെ തിരിച്ചറിയാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യാം, ഈ കുട്ടിയെ എടുക്കാം, സ്തനത്തിൽ വിഷം പുരട്ടുക, എന്നിട്ട് മുലപ്പാൽ കൊടുക്കുന്നത് പോലെ, കുട്ടിയാണെങ്കിൽ മുലപ്പാലിന് പകരം വിഷം കുടിച്ചോളൂ, ആ കുട്ടി മരിക്കും, ആരും അറിയില്ലല്ലോ, പതുക്കെ അവിടെ കിടത്തുക, തനിക്ക് പോവുക. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല. ഇതാണ് പൂതനയുടെ ഒരു പദ്ധതി. പൂതന ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, പല ദിക്കിലും കുട്ടികളെ കൊന്നിട്ട് അവിടേക്ക് വരുന്നത്, ഇവിടേക്ക് മാത്രമായിട്ട് വരുന്നൊന്നുമല്ല.
അപ്പോൾ പൂതന വരുന്ന വഴിക്ക് വിഷം വാങ്ങിയിട്ട് സ്ഥലത്തിൽ വിഷം പരട്ടിയിട്ടാണ് വന്നത്. എന്നിട്ട് ഭഗവാൻ അങ്ങോട്ട് എടുത്തിട്ട് മുലപ്പാൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. അതങ്ങനെ സർവ്വസാധാരണമാണ് അവിടെ. നമ്മൾ വിചാരിക്കും പുറമേ നിന്ന് വന്ന സ്ത്രീകളൊക്കെ കുട്ടികൾക്ക് പാൽ കൊടുക്കുമോ? സ്വന്തം അമ്മയല്ലേ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുള്ളൂ? പുറമേ നിന്ന് വന്ന സ്ത്രീകളൊക്കെ മുലപ്പാൽ കൊടുക്കുക ഉണ്ടോ? നമുക്ക് തോന്നും അല്ലേ? അതെന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് മാറിപ്പോയി. പഴയ കാലത്ത് എങ്ങനെയാണെന്നറിയോ? പഴയ കാലത്ത് കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ആയിട്ടല്ല പോവുക അല്ലേ? നമ്മളൊന്ന് പിഞ്ഞാണപാത്രം, മറ്റേ അരയിൽ കെട്ടാനുള്ള പിന്നെ അരഞ്ഞാണം, കാലിലുള്ള പാദസരം, കയ്യിലുള്ള വള, കഴുത്തിലെന്തെങ്കിലും ഇടാണ്ട് അത്, കാതിലെന്തെങ്കിലും ഇടാണ്ട് അത് ഒക്കെ ആയിട്ട് നമ്മൾ പോവുക അല്ലേ? അല്ലേ? എന്തിനാ പോണത്? കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, കച്ചവടത്തിന് പോവുക. എന്തത്? ഇതിൻ്റെ ആ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം തൻ്റെ വീട്ടിലേക്ക് ഒന്നാകുമ്പോൾ അങ്ങോട്ട് കിട്ടാൻ. അതാ, വേറൊന്നുമല്ല. കുട്ടിയെ വെച്ച് ബിസിനസ്, കുഞ്ഞുങ്ങളെ വെച്ച് കച്ചവടത്തിന് പോകുന്നത് നമ്മൾ. നമുക്കൊന്നും കുഞ്ഞുങ്ങളോട് സ്നേഹമൊന്നുമില്ല. പണ്ടൊന്നും ഈ പരിപാടിയില്ല. കാലങ്ങൾ പോണതിനനുസരിച്ച് നമ്മളെല്ലാ ചടങ്ങിലും കളങ്കം വരികയാണ്, ധർമ്മം പോവുകയാണ്, എല്ലാവും ലാഭവും നഷ്ടവും നോക്കാൻ തുടങ്ങി മനുഷ്യന്മാർ. പണ്ടൊന്നും അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ കാണാൻ പോവുക, അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഓരോ അമ്മമാർ തങ്ങളുടെ മാതൃവാത്സല്യം ആ കുഞ്ഞിന് പകർന്നു കൊടുക്കുകയാണ്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മാതൃത്വം അങ്ങോട്ട് വികസിക്കും. ആ കുഞ്ഞുങ്ങളുള്ള മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ സ്വന്തം മുലപ്പാൽ അങ്ങോട്ട് കൊടുക്കും. ജോൺസൺ ആൻഡ് ജോൺസൺ ഒന്നായിട്ട് അവർ വരില്ല, അവർ പിഞ്ഞാണ പാത്രമായിട്ടൊന്നും അവർ വരില്ല. അവരങ്ങനെയാണ്. അതാണ് അവരുടെ കാപട്യമില്ല. ആ കാലത്തുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആരും കണ്ണി കണ്ട കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കൊന്നും മുലപ്പാൽ കൊടുക്കാൻ അനുവദിക്കേണ്ട. കാരണം വരുന്ന ഓരോ കൂട്ടർക്ക് എന്തൊക്കെ ജാതി സൂക്കേടാന്ന് ആരുണ്ടു അല്ലേ? അതുകൊണ്ട് ഇപ്പം അതില്ലാതിരിക്കണതന്നെ നല്ലത്. പക്ഷെ അന്ന് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സംശയം വരാം. നമുക്ക് നമുക്ക് ചിലപ്പോൾ സംശയം വരാം, അങ്ങനെയൊക്കെ തോന്നിയ ആൾക്കാരൊക്കെ മുലപ്പാൽ കൊടുക്കും, അങ്ങനെയൊക്കെ അനുവദിക്കുമോ എന്ന്. അത് അന്ന് അങ്ങനെ ഉണ്ടെന്നാ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പൂതന എന്ത് ചെയ്തു? ആ തന്ത്രമായിട്ടാണ് വന്നത്, മുലപ്പാൽ കൊടുക്കാം. അപ്പം എന്ത് ചെയ്തു? ഭഗവാന്റെ ചുണ്ടിലേക്ക് തൻ്റെ സ്തനം വെച്ചു കൊടുത്തു, വിഷം പരട്ടിയിട്ടുള്ള വിഷം വെച്ചു കൊടുത്തു. ഭഗവാൻ ഇപ്പം എന്തായാലും എന്താ ഭഗവാൻ അറിയില്ല ഇത് ആരാ എന്താന്നൊക്കെ. കുറച്ച് മുമ്പ് വേറൊരു വിഷം കുടിച്ചതാണ് ഭഗവാൻ. ഏത്? ഹലാഹല വിഷം. അത് ശിവനല്ലേ? നിങ്ങൾക്ക് ശിവൻ വിഷ്ണു വേറെ, എനിക്കങ്ങനെയല്ലല്ലോ ഒന്ന് തന്നെ അല്ലേ? ഒക്കെ ഒന്ന് തന്നെ. യോ ഹരി സ ശിവ. ആരാണോ ഹരി അവൻ തന്നെയാണ് ശിവൻ. സാക്ഷാത് ഹരി. ആരാണോ ശിവൻ, ആരാണോ ഹരൻ അവൻ തന്നെയാണ് ഹരിയും. ദക്ഷയാഗത്തിൽ പറയും അവസാനം ഭഗവാൻ, ശിവപുരാണത്തിലും പറയും, ദേവി ഭാഗവത്തിലും പറയും. ആരാണോ ഈ മൂർത്തികളെ വേറെ 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 എന്ന് കാണുന്നത് അവർക്ക് നരകമുണ്ട്. ഈ മൂന്നായിരിക്കുന്ന മൂന്നും ഏകമാണെന്ന് ആരറിയുന്നുവോ സ ശാന്തി അധികച്ഛതി. അവർ ശാന്തിയെ പ്രാപിക്കുന്നു. അല്ലാത്തവരോ ഇത് കേമം ഇത് കേമം ഇത് കേമം എന്ന് പറഞ്ഞ് ശണ്ഠ കൂടുന്നു, പാപമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, വിരോധം ഉണ്ടാക്കുന്നു, വെറുപ്പുണ്ടാക്കുന്നു. അപ്പോൾ ഭഗവാന് വിഷമൊന്നൊരു വിഷയമല്ല. ഭഗവാൻ ചെയ്തു? ഈ പൂതനയുടെ സ്ഥാനത്തിലൂടെ എന്താണ്? വിഷമല്ല, അവളുടെ പ്രാണൻ അങ്ങോട്ട് വലിച്ചെടുത്തു. പ്രാണൻ അങ്ങോട്ട് വലിച്ചെടുത്തു. പൂതനയ്ക്ക് എവിടെയാ മുലപ്പാൽ? പ്രസവിക്കാത്ത ഈ രാക്ഷസിക്ക് എവിടെയാ മുലപ്പാൽ? ഭഗവാൻ വലിച്ചും കൊണ്ട് എടുത്തു പ്രാണനെ. തൻ്റെ പ്രാണൻ പോണൂന്നായപ്പോൾ വേദന വന്നു. പ്രാണൻ പോണ ഒരു വേദന ഉണ്ടല്ലോ. ഈ വേദന വന്നപ്പം ഈ രാക്ഷസി, ഈ പൂതന ഭഗവാനെ അങ്ങോട്ട് തള്ളി മാറ്റാൻ നോക്കി. ഭഗവാൻ വിടുന്നില്ല. ഭഗവാൻ വിടുവോ? ഇല്ല. ഭഗവാൻ പിടിച്ച പിടിയിൽ പൂതനയ്ക്ക് ആകെ കൂടെ അസ്വസ്ഥയി. തൻ്റെ സഹജ സ്വഭാവം അങ്ങോട്ട് വന്നു. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടാൻ മുഞ്ച വിടുകുട്ടി. എവിടെ? അവസാനം തൻ്റെ ഘോരമായ സ്വരൂപം, ആ സ്വഭാവം പുറത്തേക്കാണ്ട് എടുത്തിട്ട് പൂതന പുറത്തേക്കാണ്ട് ഇറങ്ങി അങ്ങോട്ട് ഓടി. ഭീമാകാരമായ ശരീരം സ്വീകരിച്ചു. ശരിയായ രാക്ഷസിയുടെ രൂപം തൻ്റെ തനത് ഭാവം കൊണ്ട് പുറത്തേക്ക് വന്നു. അല്ലേ? എന്ത് പുറത്ത് ചാടുമെന്ന് പറയുക? പൂച്ച. നമ്മൾ ഈ ചില ദിക്കിലൊക്കെ നമ്മൾ ഈ വേഷം കെട്ടി ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കും. ശരിക്കുള്ള സ്വഭാവം വരണമെങ്കിൽ എന്തെങ്കിലും ദുരിതം അവിടെ ഉണ്ടാവണം, എന്നാലും നമ്മുടെ സ്വഭാവം അറിയുള്ളൂ. അല്ലേ? അങ്ങനെയാണ്. അങ്ങനെയുണ്ട്. നമ്മളിങ്ങനെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ആള് അല്ല. ഒക്കെ ചില അഭിനയങ്ങളുണ്ട് പല ആൾക്കാർക്കും. എല്ലാം അഭിനയം. അതാ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പൂതന വേഷം കെട്ടിയിട്ട് അഭിനയിച്ചിട്ട് ഏതാണ്ട് ഇങ്ങനെ ഫലിപ്പിക്കാൻ നോക്കല്ലേ. അപ്പോഴാണ് പ്രാണവേദന വന്നതേ. പ്രാണവേദന വന്നപ്പോൾ പിന്നെ അഭിനയം നടക്കില്ലല്ലോ.
പിന്നെയുള്ള സ്വഭാവം വെച്ചിട്ട് അലറി വിളിച്ചിട്ട് അവളെ കൊണ്ട് ഓടി ഭീകരമായ ശരീരം സ്വീകരിച്ച് പ്രാണനെ മുഴുവൻ കൊണ്ട് എടുത്ത് കൊന്നു ഭഗവാൻ. അതാ വീണ വീഴ്ചയിൽ ഭൂമി ഒന്ന് ആ ഭാഗം, ആ ദേശം ഒന്ന് പ്രകമ്പനം ഉണ്ടായി. അപ്പോഴേക്കും ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ ആശങ്ക, ഇതെന്താ ഒരു കുലുക്കം, എന്താ ഒരു ബഹളം എന്നായി. ആകെ കൂടെ ഒരു കുലുക്കേ, അവർക്ക് ഭയന്നു. എന്താ ഒരു കുലുക്കം, എന്താ ഒരു ശബ്ദം എന്നായി അവർക്ക് ആകെ പരിഭ്രമം. അവർ വേഗം ഓടി വന്ന് പുറത്തേക്ക് ഓടി വന്ന് നോക്കിയപ്പോൾ എന്താ ഉണ്ടായത്? ആദ്യം അവർക്ക് മനസ്സിലായില്ല ഇത് എന്താ കിടക്കണതെന്ന്. അവരാദ്യം അവർ വിചാരിച്ചു എന്തോ വലിയ കുന്നാന്ന്. കാരണം ഇത് അത്ര വലിയ ഭീകരമായ ശരീരമല്ലേ. അതാണേ, അത് നെടുമ്പാശ്ശേരിയാണ് പൂതനയുടെ കാല്. കോട്ടയം സ്റ്റാൻഡിലാണ് പൂതനയുടെ ഉദരം കിടക്കണത്. പിന്നെ ഏതാണ്ട് പത്മനാഭൻ്റെ അവിടെയാണ് തല. എന്നുവെച്ചാൽ ആലോചിച്ച് നോക്കൂ, എന്ത് ജാതി ശരീരം അത്. ഞാൻ എൻ്റെ രൂപത്തിന് പറഞ്ഞാട്ടു. അങ്ങനെ ഏതാണ്ട് ഈ ഭീകരമായ ശരീരം കണ്ടപ്പോൾ ഇവർക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എല്ലാവരും കൂടെ ചുറ്റും നടന്നപ്പോഴാണ് അയ്യോ ഇതൊരു രാക്ഷസിയാണല്ലോ എന്ന് മനസ്സിലായത്. ആരെ പറഞ്ഞു അയ്യോ അതാ കണ്ണനതാ അതിൻ്റെ മുകളിൽ. ഭഗവാനെ അവരപ്പോഴാണ് കാണുന്നതേ. ഭഗവാന്റെ കരച്ചിലുണ്ടപ്പം 4 ദിക്കുന്ന ഫയർഫോഴ്സ് വന്നിട്ട് ആ ഭഗവാനെ താഴെ ഇറക്കിയെത്ര അറിയാം നിങ്ങൾക്ക്? അപ്പോഴേക്കും നന്ദഗോപർ വന്നു. നന്ദഗോപർ മധുരയ്ക്ക് നികുതി അടയ്ക്കാൻ പോയതായിരുന്നു. കപ്പം കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ കേന്ദ്രത്തിൽ പോയി വന്നപ്പോഴാണ് ഇവിടെ ഈ ബഹളം. അപ്പോഴേക്ക് ഈ പൂതന ചത്തു എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, ഒന്നിച്ച് ദഹിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. ഭഗവാനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഗോമൂത്രത്തിലൊക്കെ കുളിപ്പിച്ച് അവരൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കിടത്തി. അവർ വെച്ചു കുഞ്ഞ് പേടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ ഗോമൂത്രത്തിലൊക്കെ കുളിപ്പിച്ചു അത്രേ. ഇവിടെ പിന്നെ നമ്മളാ നാട്ടിൽ കേരളത്തിൽ പശുവിൻ്റെ മൂത്രവും ചാണകമൊക്കെ പലർക്കും പ്രശ്നമായതുകൊണ്ട് പിന്നെ ഇവിടെ ഇത് ഭാഗവത്തിൽ ഈ ഭാഗം പറഞ്ഞാൽ വല്ല ഗുണമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇരിക്കട്ടെ, ഭക്തന്മാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവായിരിക്കും. ഗോമൂത്രത്തിനൊക്കെ അതിൻ്റെ കേമത്തുണ്ട്, ചാണകത്തിന് അതിൻ്റെ കേമത്തുണ്ട്, ഒക്കെ ഉണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വിശേഷമാണ്. ഒരു ക്ഷേത്രാരാധനയുടെ ഭാഗത്തിൽ പഞ്ചഗവ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രാധാന്യമുണ്ട്. അതാണ് ഈ കൂട്ടർ പഞ്ചഗവ്യം കഴിക്കുക. എനിക്കറിയില്ല, എന്തായാലും വേണ്ടില്ല. എന്താണ് ഈ പറഞ്ഞ രീതിയിൽ അവർ ഈ പൂതനയുടെ ശരീരം തുണ്ടമാക്കിയിട്ട് ഓരോ ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെവ്വേറെയായിട്ട് ദഹിപ്പിച്ചു എന്നൊക്കെ പറയും.